1 കോടി രൂപ ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയ നടപടിക്കെതിരെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് കാലത്ത് പണമായി പിൻവലിച്ച തുകയാണ് ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയത്. മരവിപ്പിച്ച അക്കൗണ്ടിലേക്ക് പണമിടാൻ എത്തിയതും പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ 1 കോടി രൂപ പണമായി എത്തിച്ചതും ചട്ടലംഘനമാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നിലപാട്. പ്രദീപ് ജോസഫ് നൽകും വിവരങ്ങൾ. പ്രദീപ്, ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെയുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടമായിരുന്നു. ഇതിലാണിപ്പോൾ CPMന് തിരിച്ചടി നൽകുന്ന ഒരു ഉത്തരവ് വരുന്നത്. എന്താണ് ഇപ്പോൾ ഹർജി തള്ളിക്കൊണ്ടുള്ള മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ വരുന്നുണ്ടോ? കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടികൂടിയത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്ന് എടുത്ത തുകയാണ് ഇത്. 1 കോടി രൂപ എടുത്തു. പിന്നീട് ഈ തുക ഇത്തരത്തിൽ 1 കോടി രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കപ്പെട്ട വിവരം അറിഞ്ഞ് ആദായ നികുതി വകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പിൻവലിച്ച തുക ഉൾപ്പെടുന്ന നോട്ടുകൾ ഉൾപ്പെടെ 1 കോടി രൂപ തിരിച്ചടയ്ക്കാൻ വേണ്ടി CPMന്റെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും ബാങ്കിന്റെ ശാഖയിലെത്തിയത്. ബാങ്ക് ജീവനക്കാർ ഈ വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചു. അങ്ങനെയാണ് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ഈ തുക പിടിച്ചെടുക്കുകയും ചെയ്തത്. പിന്നീട് ഈ നടപടിക്കെതിരെയാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഈ തുക പിടിച്ചെടുത്ത ഈ നടപടിയിൽ തെറ്റില്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ അക്കൗണ്ട് സംബന്ധിച്ച KYC വിവരങ്ങൾ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി വ്യക്തമായി ധരിപ്പിച്ചിരുന്നില്ല. കൂടാതെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ പണം പിടിച്ചെടുത്തത്. ചില സംശയങ്ങളുടെ പേരിലാണ് പണം പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഈ നടപടിയിൽ തെറ്റില്ല എന്ന് കണ്ടുകൊണ്ടാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. എന്നാൽ ഏകപക്ഷീയമായ നടപടിയാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നായിരുന്നു CPMന്റെ ആരോപണം. മാത്രവുമല്ല, ഇത്തരത്തിൽ മനഃപൂർവ്വമാണ് നടപടികൾ ഉണ്ടായത് എന്നും CPM വിശദീകരിച്ചിരുന്നു. എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത്തരത്തിൽ പണം കൈമാറ്റം നടന്നത് എന്നും മാത്രവുമല്ല അക്കൗണ്ട് വിവരങ്ങൾ ശരിയല്ല എന്നതും കൂടാതെ മരവിപ്പിക്കപ്പെട്ട ഒരു അക്കൗണ്ടിലേക്കാണ് വീണ്ടും പണം അടയ്ക്കാൻ എത്തിയത് എന്നതുമാണ് തുക പിടിച്ചെടുക്കുന്നതിന് കാരണമായി അന്ന് ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായിരുന്നാലും ആദായ നികുതി വകുപ്പിന്റെ ഈ നടപടി ഇപ്പോൾ ഹൈക്കോടതി ശരിവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം അക്കൗണ്ടും അന്ന് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. എന്നാൽ സ്വാഭാവിക നടപടി എന്നുള്ള നിലയിൽ 60 ദിവസത്തിന് ശേഷം അക്കൗണ്ട് മരവിപ്പിച്ച ഈ നടപടി നേരത്തെ തന്നെ റദ്ദാവുകയും ചെയ്തിരുന്നു. പ്രദീപ്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് CPMന്റെ വിശദീകരണമൊക്കെ തന്നെ വന്നിരുന്നു. എന്തായാലും ഇനി മറ്റ് നീക്കങ്ങൾ സംബന്ധിച്ച് എന്താണ് ഇനി CPMന്റെ മുന്നിലുള്ളത്? അങ്ങനെ എന്തെങ്കിലും പ്രതികരണമോ മറ്റോ ഉണ്ടോ? ഇല്ല, ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രതികരണം ലഭ്യമായി വരുന്നതേ ഉള്ളൂ. കാരണം ഇത്തരത്തിൽ CPMന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത് അല്പസമയം മുൻപാണ്. സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ CPMന് ഈ ആവശ്യം ഉന്നയിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമോ അത്തരം കാര്യങ്ങളിൽ വ്യക്തതയില്ല. അതേസമയം ഹർജി തള്ളിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിലെ ചില നിരീക്ഷണങ്ങൾ സുപ്രധാനമാണ്. കാരണം KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപാട് നടന്നത് എന്നതും പരിഗണിക്കേണ്ടതുണ്ട് എന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഈ നടപടിയിൽ തെറ്റില്ല എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഉത്തരവിന്റെ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. രാഷ്ട്രീയമായി തന്നെ ഏറെ വിവാദമായ ഒന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഈ നടപടി എന്ന് പറയുന്നത്. കണക്കുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകളൊന്നും ബോധിപ്പിക്കപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും വലിയൊരു തിരിച്ചടിയാണ്. ഇനി ഇക്കാര്യത്തിന്മേൽ ഉള്ള പ്രതികരണങ്ങളും മറ്റ് നീക്കങ്ങളാണ്. ഇത്രയും വലിയൊരു തുകയാണ്. അതുകൊണ്ട് ഹലോ പ്രദീപ്, തെരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തികമായ പാർട്ടിയെ ബന്ധവസലാക്കുന്ന ഒരു നടപടിയുടെ ഭാഗമായി കരുതിക്കൂട്ടി ചെയ്തതാണ് ഇത്തരത്തിലുള്ള പണം കണ്ടുകെട്ടലും അക്കൗണ്ട് മരവിപ്പിക്കലും എന്നുള്ളതായിരുന്നു CPMന്റെ പ്രധാന വാദഗതി എന്ന് പറയുന്നത്. ആ ഒരു വാദഗതി തന്നെയാണ് കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ ആ വാദങ്ങൾക്ക് നിലനിൽപ്പുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടി കോടതി റദ്ദാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ഒരു അക്കൗണ്ടാണ് എങ്കിൽ പോലും സമയാസമയങ്ങളിൽ KYC അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ ആ അക്കൗണ്ട് സ്വാഭാവികമായി മരവിപ്പിക്കപ്പെടും. അല്ലെങ്കിൽ അതിലൂടെയുള്ള ഇടപാടുകൾക്ക് സാധ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ടാകും. ഇവിടെയും ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം പണം കൈമാറ്റം ചെയ്യുന്നതിൽ ഒരു അസ്വാഭാവികതയാണ് ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം തുക പെട്ടെന്ന് പിൻവലിച്ചു? അതിനുശേഷം പിന്നീട് എന്തിന് ഇത് തിരികെ അതേ അക്കൗണ്ടിലേക്ക് തന്നെ അടയ്ക്കാൻ കൊണ്ടുവന്നു എന്നുള്ള സംശയങ്ങളാണ് ആദായ നികുതി വകുപ്പ് ഉയർത്തിയത്. മാത്രം